അപ്പു. മാലതി ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അറിയില്ലായിരുന്നോ? ഇല്ല, അറിയില്ലായിരുന്നു. ഇവിടെ 23-ലോ 32-ലോ എന്റെ ഒരു ഫ്രണ്ട് താമസിച്ചിരുന്നു. സോറി, കിടന്നിരുന്നു. ആണോ പെണ്ണോ? എന്താ അങ്ങനെ ചോദിച്ചത്? ആണ്. എന്താ ചിരിക്കുന്നത്? 23, 32 ഒക്കെ പ്രസവ വാർഡുകളാ. ആളുടെ പേരെന്താ? വാരിജാക്ഷൻ നായർ. അങ്ങനെ ഒരാള് വരൂ. പേരെന്താന്നാ പറഞ്ഞത്? വനജാക്ഷൻ നായർ. വനജാക്ഷൻ നായർ. എപ്പോഴാ അഡ്മിറ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നാൽ ഹോസ്പിറ്റലിൽ മാറിയിട്ടുണ്ടാവുന്ന. വേണ്ട, നോക്കണ്ട. ഡ്യൂട്ടി റൂമോ ലൈബ്രറിയോ? വേണ്ട മാലതി, വിട്ടാരെ, നോക്കണ്ട. ഇത് നമ്മുടെ മാസ്റ്ററുടെ പുസ്തകമല്ലേ? ഇതൊക്കെ ഒരുതരം സിദ്ധികളാ. ഇത്രയും മനോഹരമായ കവിത എഴുതുന്ന മാസ്റ്റർ പറയുക അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് മനസ്സിലായത് മാലതി പാടിയപ്പോഴാണെന്ന്. ഇന്നലെ മുഴുവൻ ഇതായിരുന്നു ഞങ്ങളുടെ സബ്ജക്ട്. സ്വന്തം വരികളെക്കാൾ അദ്ദേഹം പുകഴ്ത്തുന്നത് മാലതിയുടെ ശബ്ദത്തെയാണ്. ഇങ്ങനെയുണ്ടൊരു വിശാല മനസ്കഥ. മനസ്സ് തുറന്ന് അഭിനന്ദിക്കാനും ഒരു മനസ്സ് വേണേ. ചിലപ്പോ ചില മനസ്സുകളുടെ ഐക്യമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. മാലതി ഒന്ന് മാഷക്ക് ഫോൺ ചെയ്യും. അതല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ കവിതകളെ അഭിനന്ദിച്ച് മാലതി ഒരു വാക്ക് സംസാരിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ കവിതകൾ മനോഹരങ്ങളല്ലേ? അതെ. അപ്പോ പിന്നെ അഭിനന്ദിക്കേണ്ടത് ആസ്വാദകരായ നമ്മളുടെ ചുമതലയല്ലേ? അതെ. അതാ ഞാൻ പറഞ്ഞത് മാലതിയോടൊന്ന് ഫോൺ ചെയ്യാൻ. മാലതി അഭിനന്ദിച്ചാൽ മാഷക്ക് അതൊരു വലിയ പ്രചോദനമായിരിക്കും. പുതിയ പുതിയ കവിതയുടെ ചിറക് വിരിച്ച് അദ്ദേഹം ആകാശത്തോളം ഉയരും. അപ്പൊ ഞാൻ വരട്ടെ. ഈ പുസ്തകം മാഷ് കൊടുക്കൂ. അപ്പൊ എന്നെ ഒരു ഹംസമാക്കുകയാണല്ലേ? സിസ്റ്റർ, ഡോക്ടർ ഉങ്ങളെ കൂപ്പിടുறாங்க. ജസ്റ്റ് എ മിനിറ്റ്. അകലെയാണെങ്കിലും ഹൃദയത്തിലെപ്പോഴും തുടിമുഴക്കുന്നു നിൻ പ്രേമം. ഓ, അപ്പുവായിരുന്നു. ഞാൻ ആകെ ഭയന്നുപോയി. ഞാനൊന്ന് തുമ്മിയപ്പോഴോ? എന്താ മാഷേ, എന്താ എഴുതുന്നത്? ഞാൻ ആകെ അസ്വസ്ഥനാണ്. എനിക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല. അമ്മണിക്കുട്ടി ഫോൺ ചെയ്തിരുന്നു? ഇല്ല. ഇല്ലേ? ഞാനും അമ്മണിക്കുട്ടിയെ കണ്ടിരുന്നു. എല്ലാം ഒന്ന് വിശദമായി സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തോ അമ്മണിക്കുട്ടി വലിയ താല്പര്യം കാണിച്ചില്ല. ആരിൽ നിന്നോ എന്തിൽ നിന്നോ ഒക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. മാഷ് പറഞ്ഞ പോലെ എനിക്കും അമ്മണിക്കുട്ടിയുടെ മനസ്സ് പിടികിട്ടുന്നില്ല. മാലതി വിളിച്ചിരുന്നു. ഓ, എന്റെ കവിതകളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇനിയും ഇനിയും എഴുതാൻ എന്നെ വല്ലാതെ മാലതി നിർബന്ധിക്കുന്നു. എനിക്ക് വയ്യ പോയി, എനിക്ക് വയ്യ. എന്താ മാഷേ? ഞാനിന്ന് മാലതിയെ കണ്ടിരുന്നു. മാഷയെ കുറിച്ച് മാത്രമേ മാലതിക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. മാലതി കൊണ്ടുപോയ പുസ്തകം.
അകലയാണെങ്കിലും ഹൃദയത്തിലെപ്പോഴും തുടിമുഴക്കുന്നു നിൻ പ്രേമം. ദാസേട്ടന് കൊടുക്കൂ എന്ന് പറഞ്ഞു തന്ന പുസ്തകം തിരിച്ചു വാങ്ങിച്ചിട്ട് ഈ വരികൾക്കിടയിൽ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാഷേ. അപ്പു പോയിക്കോളൂ. എന്താ മാഷേ, സുഖമില്ലേ? എനിക്ക് അല്പം വിശ്രമിക്കണം. അപ്പു പോയിക്കോളൂ. മാഷ ഈ അവസ്ഥയെ കണ്ടിട്ടോ? അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട. അമ്മിക്കുട്ടിയെ വിളിക്കട്ടെ? വേണ്ട, എനിക്കൊരല്പം സ്വസ്ഥത തരൂ. അയ്യോ, ഏതായാലും രാത്രി ഒന്നും കഴിക്കണ്ട. ഞാനും ഇവിടെ തന്നെ കൂടിക്കോളാം. അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്വല്പം ഫീവർ ഉണ്ട്. ഞാനിത് തന്ന മരുന്ന് കൊടുത്താൽ മതി. ഫീവർ മാത്രമല്ല, അദ്ദേഹത്തിന് എന്തോ കാര്യമായ അസുഖമുണ്ട്. ഞാൻ വലിയ ഡോക്ടറൊന്നും അല്ല. ഇന്നലെ രാത്രി അദ്ദേഹം കാറ്റിക്കുട്ടിയ പരാക്രമം കണ്ടപ്പോ അപ്പൊ തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ. ചിലപ്പോ മാനസികമായിരിക്കാം. ആയിരിക്കാം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പകുതി മരുന്നും പകുതി മാനസിക സംതൃപ്തിയുമാണ് അയാളുടെ രോഗം ഭേദമാക്കുന്നത്, അല്ലേ? ചിലരെ സംബന്ധിച്ചിടത്തോളം. ആ ചിലരിൽ ഒരാളാ ഇയാള്. കുറച്ച് ദിവസം കൂടെ കിടക്കട്ടെ. കുറച്ച് മെഡിസിൻസും കുറച്ച് ഇഞ്ചക്ഷൻസും 1-2 കുപ്പി ഗ്ലൂക്കോസും. ഗ്ലൂക്കോസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ദോഷമല്ലോ കേട്ടോ. ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ, ഒരു രോഗിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടായാൽ തന്നെ രോഗം മാറും. അങ്ങനെ രോഗം മാറുന്നതുകൊണ്ട് ഡോക്ടർക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഹേയ്, അതെന്താ? അദ്ദേഹത്തിന്റെ അടുത്തിട്ട് കിടന്ന് കളിക്കുന്ന കളി മാനസികമാണ്. ഡോക്ടർ പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യും. പ്ലീസ്. അനക്കണ്ട. ഇതൊക്കെ ഇത് ഗ്ലൂക്കോസ്. ഇവനെ കയറ്റിയാൽ ക്ഷീണം മാറും. ശ്വാസം കിട്ടാതെ വരുമ്പോ അവനെ പ്രയോഗിക്കാം. അതിന്റെ ഒക്കെ ആവശ്യം വരുമോ? അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, ഡോക്ടേഴ്സ് അല്ലേ. തല അനക്കണ്ട. സിസ്റ്റർ മലയാളിയാണോ? അതെ. ഈ ഓക്സിജൻ കുറ്റിയൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമോ? പ്ലീസ്, ആവശ്യം വരുമ്പോ കൊണ്ടുവന്നാൽ മതിയല്ലോ. അതവിടെ ഇരിക്കുന്നത് കൊണ്ടെന്താ? എന്റെ രോഗി ആകെ അപ്സെറ്റ് ആയി പോകും. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എടുപ്പിച്ചോളാം. സിസ്റ്റർ, മാലതി ഡ്യൂട്ടിയിലില്ലേ? അവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. വരുമ്പോ മോഹൻദാസ് ഇവിടെ കിടപ്പണമെന്ന് പറയണം. കവി കവി. മാഷ്ക്ക് വെപ്രാളവും പരവേശവും തോന്നുന്നില്ലല്ലോ, അല്ലേ? ഇല്ല. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എനിക്കെന്താ രോഗം? അത് ഡോക്ടർമാർക്ക് പോലും പിടികിട്ടിയിട്ടില്ല മാഷേ.